കൊമേഴ്സ് ആചാര്യ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എങ്ങനെ കൊമേഴ്സ് സബ്ജക്റ്റുകൾ എളുപ്പത്തിൽ പഠിക്കാം, ജയിക്കാം? ഈസി ടിപ്സ്, 100% മാർക്ക് സ്കോർ ചെയ്യാനുള്ള എളുപ്പ വഴികളുമായിട്ടാണ് കൊമേഴ്സ് ആചാര്യ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ബികോമിൻ്റെ 5ാം സെമസ്റ്ററിലെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം ചെയ്യുന്നതിനുള്ള എളുപ്പ വഴിയുമായിട്ടാണ് കൊമേഴ്സ് ആചാര്യ എത്തിയിരിക്കുന്നത്. ഇതുവരെ കൊമേഴ്സ് ആചാര്യ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ കാണുന്നത് കോസ്റ്റ് ഷീറ്റാണ്. എന്താണ് ഒരു കോസ്റ്റ് ഷീറ്റ്? കഴിഞ്ഞ 25 വർഷത്തെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാൽ 25 വർഷവും ചോദ്യം വന്നിട്ടുള്ള ഒരു മേഖലയാണ് കോസ്റ്റ് ഷീറ്റ്. കോസ്റ്റ് ഷീറ്റ് എന്താണ് എന്ന് പറയുന്നതിന് മുമ്പേ എലമെന്റ്സ് ഓഫ് കോസ്റ്റ് എന്താണ് എന്ന് നമുക്കറിയണം. എലമെന്റ്സ് ഓഫ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത് മെറ്റീരിയൽ, ലേബർ ആൻഡ് എക്സ്പെൻസ് ആണ്. ഇങ്ങനെ ഈ മെറ്റീരിയലും ലേബറും എക്സ്പെൻസിനെയും ക്ലാസിഫൈ ചെയ്ത് ഒരു സ്റ്റേറ്റ്മെന്റായി പ്രിപ്പയർ ചെയ്ത് ലാഭവും നഷ്ടവും കണ്ടുപിടിക്കുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് സിമ്പിൾ സെൻസിൽ കോസ്റ്റ് ഷീറ്റ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഡിസൈൻഡ് ടു ഷോ ഡിഫറെന്റ് എലമെന്റ്സ് ഓഫ് കോസ്റ്റ്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഡിസൈൻഡ് ടു ഷോ ഡിഫറെന്റ് എലമെന്റ്സ് ഓഫ് കോസ്റ്റ്. ഇനി ഒരു ഡെഫിനിഷൻ ഉണ്ട്, ഈ ഡെഫിനിഷൻ കാണാൻ പഠിച്ചു വെക്കണം. കാരണം തിയറി പോലും what do you mean by a cost sheet എന്ന് ചോദിക്കുന്നതാണ്. A cost sheet is a detailed statement of the elements of cost incurred in production arranged in a logical order under different heads such as material, labor, overheads prepared at short intervals. അപ്പോൾ നമുക്ക് വളരെ ക്ലിയർ മനസ്സിലായി. This is a detailed statement of the elements of cost incurred in production arranged in a logical order under different heads such as material, labor, overheads prepared at short intervals. അപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. സ്റ്റേറ്റ്മെന്റിൽ ഒരു മേജർ പർട്ടിക്കുലേഴ്സ് കോളം വരും, ഒരു ഇൻസൈഡ് കോളവും വരും, ഒരു ഔട്ട്സൈഡ് കോളവും നമുക്ക് വരും. കോസ്റ്റ് ഷീറ്റിൽ ഫോമൊക്കെ നിങ്ങൾക്ക് അറിയാം. ഫോമിൽ ഒന്നാമത്തെ ഐറ്റമാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. അതിന്റെ കൂട്ടത്തിൽ ആഡ് പർച്ചേസസ് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ആഡ് കാരേജ് ഓൺ പർച്ചേസസ് വി മേ ഗോട്ട് മെറ്റീരിയൽ കൺസ്യൂംഡ്. അപ്പോൾ ഓർത്തേക്കാൻ എളുപ്പമാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലിനോടൊപ്പം പർച്ചേസ് കൂട്ടുന്നു, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ കുറയ്ക്കുന്നു, കാരേജ് ഓൺ പർച്ചേസ് കൂട്ടുന്നു, മെറ്റീരിയൽ കൺസ്യൂംഡ് നമുക്ക് ലഭിക്കുന്നു. ഒരു സ്റ്റേജായി. ഈ ഒന്നാം സ്റ്റേജിനോടൊപ്പം നമ്മൾ we have to add direct expenses, maybe direct wages, other direct expenses, we got prime cost. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ കാണാം. ഒന്നാമത് നമ്മൾ കാണുന്നത് മെറ്റീരിയൽ കൺസ്യൂംഡ്, അതിൻ്റെ കൂട്ടത്തിൽ ഡയറക്റ്റ് വേജസും ഡയറക്റ്റ് എക്സ്പെൻസും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റിനോടൊപ്പം ആഡ് ഫാക്ടറി ഓവർഹെഡ്സ്, അതായത് ഫാക്ടറിയിൽ ഇൻകർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഓവർഹെഡ്സുകൾ ഓരോന്നും നമുക്ക് ആഡ് ചെയ്യണം. ഏതൊക്കെയാണ് ഫാക്ടറി ഓവർഹെഡ്സ്? ഓരോന്നും ഞാൻ വിശദമായിട്ട് ഓരോ ഹെഡ് തിരിച്ച് ഇപ്പോൾ തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് തീർന്ന ഉടൻ തന്നെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഫാക്ടറി ഓവർഹെഡ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ if there is any working progress, that is opening stock of working progress ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. എന്താണ് വർക്കിംഗ് പ്രോഗ്രസ് or work in process? That means some amount of work done to the raw material and it lost its originality but it does not touch up to the finished product. ഒറിജിനൽ റോ മെറ്റീരിയലിന്റെ രൂപവും ഭാവവും നഷ്ടപ്പെട്ടു, കുറെ പണി ചെയ്തു, പക്ഷേ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയില്ല. അപ്പം ഒറിജിനൽ റോ മെറ്റീരിയലിന്റെ രൂപം മാറി, ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയില്ല, കുറെ വർക്ക് അതേ നടന്നു. അതാണ് വർക്കിംഗ് പ്രോഗ്രസ് ഓർ വർക്കിംഗ് പ്രോസസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്കിംഗ് പ്രോഗ്രസ് ഉണ്ടെങ്കിൽ നമുക്കത് കൂട്ടണം. അതോടൊപ്പം തന്നെ
ക്ലോസിംഗ് സ്റ്റോക്ക് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറയ്ക്കണം. അപ്പം നമ്മൾ എത്തുന്ന മൂന്നാമത്തെ ഭാഗമാണ് വർക്ക്സ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഈ വർക്ക്സ് കോസ്റ്റിനോടൊപ്പം ആഡ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സ്, ഓഫീസിൽ ഇൻകർ ചെയ്യപ്പെടുന്ന ചെലവുകളാണ്. ഈ ഓഫീസ് ഇൻകർ ചെയ്യപ്പെട്ട ചെലവുകളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞോളാം. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഐറ്റമാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പൊ നമുക്ക് പുറകോട്ട് നോക്കണം, ഏതൊക്കെയാണ് നമുക്ക് കിട്ടിയത്. ഒന്ന് എന്ന് വിളിക്കുന്നത് നമുക്ക് മെറ്റീരിയൽ കൺസ്യൂംഡ്, രണ്ടെന്ന് വിളിക്കുന്നത് പ്രൈം കോസ്റ്റ്, മൂന്ന് വിളിക്കുന്ന വർക്ക് കോസ്റ്റ്. വർക്ക് കോസ്റ്റിനോടൊപ്പം അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോടൊപ്പം ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടെങ്കിൽ കൂട്ടുകയും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടെങ്കിൽ കുറയ്ക്കുകയും ചെയ്യണം. അപ്പം വർക്ക് കോസ്റ്റിനോടൊപ്പം നമ്മൾ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആയി. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോടൊപ്പം ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ചെയ്യുന്നു. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് കുറയ്ക്കുന്നു. വി മേ റീച്ച് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനോടൊപ്പം സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് നമ്മൾ ആഡ് ചെയ്യും. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡും ഞാൻ പ്രത്യേകമായിട്ട് ഉടൻ തന്നെ ഏതൊക്കെയാണ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് വരുന്ന പരമാവധി ഐറ്റം എന്ന് ഞാൻ പറഞ്ഞു തന്നോളാം. ഈ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആഡ് ചെയ്ത് കഴിയുമ്പം നമ്മൾ കോസ്റ്റ് ഓഫ് സെയിൽസ് ഓർ ടോട്ടൽ കോസ്റ്റ് എത്തും. അപ്പൊ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആഡ് ചെയ്ത് കഴിയുമ്പം കോസ്റ്റ് ഓഫ് സെയിൽസ് അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റിന് എത്തുന്നു. തൊട്ടടുത്ത ഫിഗർ എന്ന് വിളിക്കുന്നത് പ്രോഫിറ്റ് ഓർ ലോസ് ആയിരിക്കും. അത് ബാലൻസിങ് ഫിഗർ ആണ്. ലാസ്റ്റ് ഐറ്റമാണ് സെയിൽസ്. അപ്പൊ ഇത്ര ഐറ്റംസ് ആണ് ഒരു കോസ്റ്റ് ഷീറ്റ് വരുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം. ഒന്നാമത് വരുന്നത് നമുക്ക് മെറ്റീരിയൽ കൺസ്യൂംഡ് കണ്ടുപിടിക്കണം, രണ്ട് നമുക്ക് പ്രൈം കോസ്റ്റ് കണ്ടുപിടിക്കണം, മൂന്ന് നമുക്ക് വർക്ക് കോസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കണം, നാല് നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് കണ്ടുപിടിക്കണം, അഞ്ച് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കും, ആറ് നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസ് ഓർ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കും, ഏഴ് ബാലൻസിങ് ഫിഗർ ആയിട്ട് പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കും, ലാസ്റ്റ് ഐറ്റം സെയിൽസ് കാണിക്കും. ഇത്രയും ഡീറ്റെയിൽഡ് എലമെന്റ്സ് ഓഫ് കോസ്റ്റ് കാണിച്ചുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഈ സ്റ്റേറ്റ്മെന്റിന്റെ പേരാണ് കോസ്റ്റ് ഷീറ്റ് എന്ന് വിളിക്കുന്നത്. ഇനിയും ഞാൻ നിങ്ങളോട് ഈ ഫാക്ടറി ഓവർഹെഡ്സ് ഏതൊക്കെയാണ് എന്ന് പറഞ്ഞു തരാൻ പോവുകയാണ്. താഴെ പറയുന്ന ഓരോ ഐറ്റമാണ് ഫാക്ടറി ഓവർഹെഡ്സ്. ഇതുവരെയും കൊമേഴ്സ് ആചാര്യ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പരീക്ഷയ്ക്ക് ബികോമിന്റെ 5ാം സെമസ്റ്റർ വരുന്ന ഏറ്റവും കമ്പൽസറി ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കോസ്റ്റ് ഷീറ്റിന്റെ പ്രിപ്പറേഷൻ. ഫാക്ടറി ഓവർഹെഡ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഐറ്റംസ് ആണ് നമുക്ക് ഫാക്ടറി ഓവർഹെഡ്സിൽ വരുന്നത്? ഫാക്ടറി ഓവർഹെഡ്സ് മീൻസ് ഇറ്റ് ഈസ് ദി ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഇൻകേർഡ് ഓൺ പ്രൊഡക്ഷൻ പ്രോസസ്. ദേ ആർ ആസ് ഫോളോസ്. ഈ ഐറ്റംസ് നമുക്ക് കുറെ വൈകാട്ട് ചെയ്ത് തന്നെ പഠിച്ചു വെക്കണം, അല്ലെങ്കിൽ നമുക്ക് ഷോർട്ട് ഫോം പേജ് പഠിച്ചു വെക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം ഏത് ഓവർഹെഡ് ആണെന്ന്. ഫാക്ടറി റെന്റ്, റേറ്റ്സ് ആൻഡ് ടാക്സസ് ഫാക്ടറി ഓവർഹെഡ് ആണ്. മോട്ടീവ് പവർ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഫാക്ടറി ലൈറ്റിംഗ്, ഡിപ്രീസിയേഷൻ, റിപ്പയർസ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി, ഓയിൽ ആൻഡ് വാട്ടർ, ഡ്രോയിങ് ഓഫീസ് സാലറി. ഒരു വളരെ വ്യത്യസ്തമായ ഒരു ഐറ്റമാണ് ഡ്രോയിങ് ഓഫീസ് സാലറി. ഡ്രോയിങ് ഓഫീസ് സാലറി ആണെങ്കിൽ ഓഫീസ് ആൻഡ് ഓവർഹെഡ് ആണോ നമുക്ക് ഒരു പെട്ടെന്നൊരു സംശയം നമുക്ക് വരാം. അതല്ല, അത് ഫാക്ടറി ഓവർഹെഡ് ആണ് ഡ്രോയിങ് ഓഫീസ് സാലറി. അടുത്ത റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ, എക്സ്പെരിമെന്റൽ എക്സ്പെൻസ്, കൺസ്യൂമബിൾ സ്റ്റോഴ്സ്, വേജസ് ഓഫ് ഫോർമാൻ, എസ്റ്റിമേറ്റിംഗ് എക്സ്പെൻസ്, ഫാക്ടറി മാനേജേഴ്സ് സാലറി, അതർ ഫാക്ടറി എക്സ്പെൻസ്. ഇത്രയുമാണ് പരമാവധി ഫാക്ടറി ഓവർഹെഡ് ആയിട്ട് നമുക്ക് വരാവുന്നത്. ഇനി താഴെ പറയുന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്. ഓരോ ഐറ്റം ഞാൻ പറയാം. ഓഫീസ് റെന്റ്, റേറ്റ്സ് ആൻഡ് ടാക്സസ്. ഫാക്ടറി റെന്റ് ആണെങ്കിൽ അത് ഫാക്ടറി ഓവർഹെഡ് ആയിട്ട് പോകും. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് വരുമ്പം ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടതാണ് മനസ്സിൽ കുറിച്ചിട്ടാൽ മതി, ബാക്കിയെല്ലാം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടിക്കോളും. ഓഫീസ് റെന്റ്, റേറ്റ്സ് ആൻഡ് ടാക്സസ് 1, 2 പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, 3 പോസ്റ്റേജ്, 4 ഓഫീസ് ലൈറ്റിംഗ് ആൻഡ് ഇൻഷുറൻസ്, കൗണ്ടിംഗ് ഹൗസ് സാലറി. ചില പ്രോബ്ലങ്ങളിലെല്ലാം എപ്പോഴും വരുന്ന ഒരു ഐറ്റമാണ് കൗണ്ടിംഗ് ഹൗസ് സാലറി എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഓഫീസ് ഓവർഹെഡ് ആണ്. ഡയറക്ടേഴ്സ് ഫീസ്, ഓഡിറ്റേഴ്സ് ഫീസ്, ലീഗൽ എക്സ്പെൻസസ്, ഡിപ്രീസിയേഷൻ, റിപ്പയർസ് ഓൺ ഫർണിച്ചർ, ഓഫീസ് മാനേജർ സാലറി, ജനറൽ എക്സ്പെൻസ്, സ്റ്റാഫ് സാലറി, ബാങ്ക് ചാർജസ്, ഗ്യാസ് ആൻഡ് വാട്ടർ ഓഫീസ്, സൺട്രി ഓഫീസ് എക്സ്പെൻസ്. ഇനി നമ്മൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡുകളാണ്. താഴെ പറയുന്നതാണ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡുകൾ. വളരെ എളുപ്പമുള്ള ഓവർഹെഡ് ആണത്.
ഒന്ന് അഡ്വർടൈസ്മെന്റ്, രണ്ട് കമ്മീഷൻ അലൗഡ്, ഡിസ്കൗണ്ട്, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് എക്സ്പെൻസ്, സെയിൽസ് പ്രൊമോഷൻ എക്സ്പെൻസ്, കാരിയേജ് ഔട്ട്വേർഡ്. കാര്യം ഇൻവേർഡ് ആണെങ്കിൽ ഓർത്തിരിക്കണം, അത് നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ എടുത്തു പോകും. മെറ്റീരിയൽ കൺസ്യൂമറിന്റെ കൂട്ടത്തിൽ നമ്മൾ എടുത്തു പോകുന്നതാണ്. കാര്യം ഔട്ട്വേർഡ് വരുമ്പോൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആണ്, മനസ്സിൽ പതിപ്പിച്ചേക്കണം. അടുത്ത ഐറ്റമാണ് ബാഡറ്റ് എന്ന് വിളിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ഒരു എക്സ്പെൻസ് ആണ് എക്സ്പെൻസസ് ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ആൻ എക്സിബിഷൻ. എക്സിബിഷനിലൊക്കെ പോകുന്ന ചെലവുകൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആണ്, പ്രോവളിംഗിൽ വരുന്ന ഒരു ഐറ്റം ആണ്. ഷോറൂം എക്സ്പെൻസ്, ബ്രാഞ്ച് ഓഫീസ് എക്സ്പെൻസ്. ബ്രാഞ്ച് ഓഫീസ് എക്സ്പെൻസ് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും ഓഫീസ് ഓവർഹെഡ് ആണ്, അല്ല, അത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആണ്. മാർക്കറ്റ് റിസർച്ച് എക്സ്പെൻസ്, ഡെലിവറി വാൻ എക്സ്പെൻസ്, വെയർഹൗസ് എക്സ്പെൻസ്, സാലറി ടു സെയിൽസ് പേഴ്സണൽ. ഇത്രയാണ് സാധാരണഗതിയിൽ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഐറ്റംസ് ആയിട്ട് നമുക്ക് വരുന്നത്. ഇനി ഇവിടെ ഒരു ഐറ്റം പ്രധാനമായിട്ട് നമ്മൾ ഓർത്തിരിക്കാനൂടെ ഉണ്ട്. there are certain non-cost item that can't find any place in this cost sheet preparation. കോസ്റ്റ് ഷീറ്റിന് വരാത്ത ചില ഐറ്റംസ് ആണ് ബൈഹേർട്ട് ചെയ്ത് വെക്കണം. ഒന്ന് ഡൊണേഷൻ, രണ്ട് ഇൻകം ടാക്സ്, മൂന്ന് ഡിബെഞ്ചർ ഇൻട്രസ്റ്റ്, നാല് ട്രാൻസ്ഫർ ടു റിസർവ്, പ്രൊവിഷൻസ് എല്ലാം തന്നെ, പ്രിലിമിനറി എക്സ്പെൻസസ്, ഡിസ്കൗണ്ട് ഇൻ ഇഷ്യൂ ഓഫ് ഷെയർസ്, ഡിവിഡൻഡ്, ചാരിറ്റി, ക്യാഷ് ഡിസ്കൗണ്ട്, ലോസ് ആൻഡ് സെയിൽ ഓഫ് അസറ്റ്സ്, ഗുഡ് വിൽ റിട്ടേൺ ഓഫ്. ഇത്രയും ഐറ്റം നോൺ കോസ്റ്റ് ഐറ്റം ആണ്. ഇത് ഒരു കാരണവശാലും കോസ്റ്റ് അക്കൗണ്ടിൽ ഒരിടത്തും വരികയില്ല, പ്രത്യേകിച്ച് കോസ്റ്റ് ഷീറ്റിലും വരികയില്ല. ഈ ഐറ്റംസ് കൂടെ നിങ്ങൾ മനസ്സിൽ പതിച്ചിടേണ്ടതാണ്. നമുക്ക് അങ്ങനെ കോസ്റ്റ് ഷീറ്റ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിച്ചു. എളുപ്പത്തിൽ തന്നെ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. കോസ്റ്റ് അക്കൗണ്ടിങ് സബ്ജക്റ്റ് 100-ൽ 100 മാർക്കും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റാണ്. അതിൻ്റെ പ്രത്യേക ഈ നാക്കിൽ പഠിച്ചു വെച്ച് മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. ഇനി അതിൻ്റെ അടുത്ത സ്റ്റേജിൽ ടെൻഡറുകളും കൊട്ടേഷൻസും ഒക്കെ ഉണ്ട്. കൊമേഴ്സ് ആചാര്യ ഇതുപോലെ എളുപ്പത്തിൽ പഠിക്കുന്നതിന് വേണ്ടിയുള്ള പല ഷോർട്ട് ഫോമുകളുമായിട്ടാണ് രംഗത്ത് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയും ഇൻകം ടാക്സ്, കോസ്റ്റ് അക്കൗണ്ടിങ്, അക്കൗണ്ടൻസി മേഖലകളിൽ കൂടുതൽ ടോപ്പിക്കുകൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഏവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.